ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെയിംസ്. നമുക്ക് കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുള്ളത് ഒരു 4 സിനിമകളുടെ അപ്ഡേറ്റ് മാത്രമാണ് പറയാനുള്ളത്. പെട്ടെന്ന് പറയാം. അതിൽ ആദ്യത്തേത്, ഇന്നലെ ഒരു ടീസർ ഇറക്കി ഞെട്ടിച്ച വേഫർ ഫിലിംസിന്റെ ഭാഗമായി ദുൽഖർ സൽമാൻ പ്രസന്റ് ചെയ്യുന്ന ദുൽഖർ സൽമാൻ, അതുപോലെ ടൊവിനോ തോമസ് തുടങ്ങിയവർ ഇതിലൊരു ക്യാമിയോ ചെയ്യുന്നു എന്ന് റൂമറുകളുള്ള ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഒരു രക്ഷയില്ലാത്ത ടീസറായിരുന്നു. നമ്മളിത് റിയാക്ഷൻ ചെയ്ത് ചാനലിട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. 1 മില്യൺ വ്യൂസ് ഫോർ എ ടീസർ എന്ന് പറഞ്ഞിട്ട് അവരതിൻ്റെ ഒരു പോസ്റ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് പോസ്റ്റർ അതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്, അതുകൊണ്ടാണ്. കാരണം വേറൊന്നുമല്ല, ഒരു കാര്യങ്ങൾ നോക്കാണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീകോഡിംഗ് ഒന്നുമല്ല. ജസ്റ്റ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന പോലെ ഒരു പുതിയ വേൾഡ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ടീച്ചർ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടിയുടെ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊരു പക്ഷേ അങ്ങനത്തെ ഒരു എന്താ പാരലൽ ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് ഇവർ എത്തിപ്പെടുന്നതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചെറുപ്പകാലത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് പറയുന്നതോ ആവാം. എന്തായാലും മറ്റേ ഏതോ ഗുഹ എന്നൊക്കെയാണ് വരുന്നത്. കാരണം മറ്റേ പന്തം ഒക്കെ കത്തിപ്പിടിച്ച് പിടിച്ചിട്ടുണ്ട്, കുറച്ച് മലയും കുന്നും പരവളിയും കാണാം. ആൻഡ് അവിടെ ഒരു ഡോറ് പോലെ എനിക്ക് ഫീൽ, അവിടെ ഒരാൾ നിൽക്കുകയാണോ, ബട്ട് ഒരു ഡോറ് പോലെ, തല ഇല്ല, ഒരു ബിംബമാണ് സംഭവം ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഡോറ് പോലെ സംഭവം കാണുന്നുണ്ട്, ഒരു വാതിൽ, ഒരു രഹസ്യ അറ ആയിരിക്കാം മേ ബി. അതിന്റെ മുമ്പിൽ ഒരു രൂപം, ഈ രൂപത്തിന് തലയില്ല. മേ ബി അത് നമ്മുടെ ചന്ദ്രയുടെ രൂപമായിരിക്കാം. പണ്ട് ഇങ്ങനെ ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിന്റെ അത് ആവാഹനം പോലെ സംഭവിക്കുന്നതോ ഒക്കെ ആയിരിക്കാം. കാരണം ഇത് മിത്താണെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് നെസ്ലിന്റെ ക്യാരക്ടർ. അപ്പൊ മിത്തല്ല എന്നുള്ളത് ബോധ്യപ്പെടാനുള്ള പുള്ളിക്കാരൻ, അപ്പോഴാണല്ലോ ഇത് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്തായാലും ടീസർ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇത് ഒരൊറ്റ ടീസർ കൊണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിം ഇൻ മലയാളം സിനിമ ഇനി വരാനിരുന്നതിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അല്ലെ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. മറ്റേ ഇയാളെ പേരെന്തെങ്കിലും എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടടേ. അപ്പൊ അത് ഒന്ന്. രണ്ട്, കൂലി. അറിയാലോ, നമ്മൾ ഈ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട സംഭവമാണ് ദി ഹൈലി ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ സിനിമ ഏതാണ്, ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ സിനിമ ഏതാണ്? ഓഫ്കോഴ്സ് അത് കൂലിയാണ്. തൊട്ടടുത്ത് തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞാൽ വാർ 2 ആണ്. രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ട് മത്സരമാണ്. ബോളിവുഡുകാർ പറയുന്നു വാർ 2, നമ്മൾ പറയുന്നു കൂലി. ബോളിവുഡ് പറയുന്നു വാർ 2, നമ്മൾ വീണ്ടും പറയുന്നു കൂലി. ബോളിവുഡിൽ നിന്ന് പോലും പല ആളുകളും കൂലി എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഓഫ് ആമിർ ഖാൻ. എന്തെല്ലാം രജനീകാന്ത് അവിടെ ഉണ്ട്, അതുകൊണ്ട് എടുത്തു പറയാത്തത്. മറ്റേ ലോകേഷ് കനകരാജിന്റെ LCU ഉണ്ടോ എന്നുള്ള ചോദ്യം അവർ തന്നെ തീർച്ചയായിട്ടും എല്ലാ സിനിമകളും, കൈദിയും വിക്രം ഒക്കെ ഹിന്ദിയിൽ കണ്ടിട്ടുണ്ടാവും. സോ അവർക്ക് അറിയാം. ഹൃത്തിക്കും തൊട്ടടുത്തുള്ളത് NTR ഒക്കെ ആണെങ്കിൽ പോലും ഇതിന്റെ ഒരു കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അവിടെ നാഗാർജുന ഉണ്ട്. തെലുഗു കന്നഡ ഫാൻസിന് അത് മതി. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള രജനീകാന്ത്. എന്തായിരിക്കും കണ്ടറിയാം. August 2 ട്രെയിലർ ലോഞ്ച് ഇവന്റ്, ഓഡിയോ ലോഞ്ച് ഇവന്റ് പോലെ. ഓഡിയോ ലോഞ്ച് എന്ന് പറയാൻ പറ്റില്ല, അവര് വേറെ രീതിയിലാണല്ലോ ഇപ്പൊ പരിപാടികൾ നടക്കുന്നത്. മൊത്തത്തിൽ ഫാൻസിനെ ഒന്ന് കാണാൻ, ഫാൻസ് മീറ്റപ്പ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാം. ബട്ട് ഇത് ഓഡിയോ ലോഞ്ച് അല്ല, ബിയോണ്ട് ദാറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുക്കും മേലൊരു സാധനം എന്ന് പറഞ്ഞിട്ട് കൂലി അൺലീഷ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരെ അവർ സൺ TVയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ആനിമേഷൻ വർക്കൊക്കെ ആയിട്ട്. സോ അതിൽ തലൈവർ എന്ത് സംസാരിക്കാൻ പോകുന്നു, ഇതറിയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതാണ് എന്റെ എക്സൈറ്റ്മെന്റ് ഫാക്ടറും. അതാണ് തലൈവർ രജനീകാന്ത് എന്ത് സംസാരിക്കുന്നു, അദ്ദേഹം ലോകേഷിനെ കുറിച്ച് എന്ത് പറയുന്നു, ബാക്കിയുള്ളവരെ കുറിച്ച് എന്ത് പറയുന്നു, സിനിമയെ കുറിച്ച് എന്ത് പറയുന്നു. ഒരു അടിപൊളി പരിപാടി ആയിരിക്കും. ഇങ്ങനെ ഫുൾ ഒരു ഇഞ്ച് കളയാനുള്ളതൊക്കെ കാണാനുള്ള പ്രോഗ്രാമാണ്. അനീന്റെ പെർഫോമൻസ്, പിന്നെ ലോക്കി എന്ത് പറയുന്നു, തലൈവരെ കുറിച്ച് അമീർ ഖാൻ വരുമോ അറിയില്ല, ശ്രുതി ഹാസൻ, പിന്നെ കുറെ സൗബിൻ ഷാർ ഓഫ് കോഴ്സ് ഉണ്ടാവും. പുള്ളിന്റെ എക്സ്പീരിയൻസ് എന്ത് പറയും. എന്നാലും സൺ പിക്ചേഴ്സ്, ദ വെയിറ്റ് ഈസ് ഓവർ, ദ ഹൈലി ആന്റിസിപ്പേറ്റഡ് കൂലി ട്രെയിലർ ഈസ് കമ്മിങ് ഓൺ August 2. അധികം സമയമൊന്നുമില്ല. ഇന്ന് 29-ാം തീയതിയാണെന്നാണ് എന്റെ വിശ്വാസം. അതെ, 30, 31, 1, 2, ജസ്റ്റ് 3 more days. 4ാമത്തെ ദിവസം ഇതിന്റെ ഓഡിയോ ലോഞ്ച് നടക്കും. അതിന് ട്രെയിലറും വരും. ടൈമും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഓഡിയോ ലോഞ്ചിന്റെ ഇടയിൽ അങ്ങോട്ട് പുറത്തുവിടലായിരിക്കും. ഇനി അടുത്ത് കിങ്ഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 31 ജൂലൈയിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അതായത് മറ്റന്നാളെയാണ് സിനിമയുടെ റിലീസ്. റജൈൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സിത്താര എന്റർടൈൻമെന്റ്സ്, ദ റേജ് ഓഫ് കിങ്ഡം. റജൈൽ ഈ ചെറുക്കനെ എന്താ പറയുക, ഞാൻ എപ്പോഴും ഈ സംഭവം കാണുന്ന സമയത്ത്, ഇപ്പൊ ഇത് നമുക്കറിയാലോ, ഒരു സ്പൈ ആയിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോണത്. ഒരു ട്രെയിലറിൽ പക്ക അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
പുള്ളി പോലീസ് ഓഫീസറാണ്, ഒരു സ്പൈ ആയിട്ട് ഒരിക്കലും ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത അത്ര റിസ്കി ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കാണുന്ന ഒരു സ്ഥലത്തേക്ക് വിടുകയാണ്. ആ സ്ഥലത്ത് പോയി അവരിൽ ഒരാളായി അവിടുന്ന് പല രഹസ്യങ്ങളെ കണ്ടുപിടിച്ച് അവിടുത്തെ ഒരാളെ മെയിൻ ആയിട്ടുള്ള ആളെ തിരിച്ചു കൊണ്ടുവരണം. അത് അദ്ദേഹത്തിന്റെ ഏട്ടനാണെന്നാണ് പറയുന്നത്. കേൾക്കുന്ന ദേവ എന്താണ് ക്യാരക്ടറിന്റെ പേര്. സോ അവിടെ പോകുന്നു. അവിടെ പോയിട്ട് പക്ഷെ ഇയാൾ, അതായത് ദേവരകൊണ്ടയുടെ ക്യാരക്ടർ അവിടെ പോയിട്ട് അവരിൽ ഒരാളെ മാറുന്നു. അവിടുത്തെ രാജാവാകുന്നതാണോ അതോ അവിടുത്തെ രാജാവിനെ പോലെ ആയിട്ടുള്ള ഒരാളെ തിരിച്ച് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാണോ അത് നമുക്കറിയില്ല. ബട്ട് ഇതൊരു സ്പൈ പരിപാടിയാണ്. ഒരു വൺ ലൈൻ ഇങ്ങനെയാണ്. എന്നാൽ ഞാൻ ഇതിന്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ പറ്റാതെ പോയതാണ്. ബട്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ സ്പൈ ആണ്, ഇങ്ങനെ പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ടൊക്കെ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേൾഡ് അതൊരു ഡിഫറെന്റ് വേൾഡ് ആണ്. എക്സ്ട്രീംലി ഡിഫറെന്റ് വേൾഡ്. അവിടെ നമ്മൾ കാണുന്നുണ്ട് അമ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അമ്പും വില്ലും കത്തിച്ചിട്ട് അമ്പ് വിടുന്നത്, പലതരം എന്താ പറയാ ഓൾഡ് വെപ്പൺസ്, പഴയ കാലത്തെ കുറെ വെപ്പൺസ് കാര്യങ്ങൾ, എല്ലാം കൂടെ കൂടിച്ചേർന്ന പരിപാടി. തോക്കും മറ്റു പരിപാടികളും ഹൈലി ടെക്നിക്കൽ വശം നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തു നിന്നുള്ള കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും പഴയ എല്ലാം കൂടി മിക്സ് ആയിട്ട് എന്തൊക്കെയാണ് അവർ തന്നിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ട്രെയിലർ ആയിരുന്നു. സോ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് ഇതിനു മുമ്പുള്ള ഓരോ ഇത് നോക്കിയാലും ക്ലീശേ ക്യാരക്ടേഴ്സ്, പ്രണയം, അങ്ങനെ പോകുന്നു, തേപ്പ് കാര്യങ്ങള്, ഫാമിലി, അല്ലെങ്കിൽ ലൈഗർ, ഫാമിലി എന്നൊക്കെ പറഞ്ഞ ഓരോ വെറുപ്പിച്ച പടങ്ങൾ വേറെയും. സോ അതിനൊക്കെ അപ്പുറത്ത് വയലൻസ് ആണ് പിടിച്ചിരിക്കുന്നത്. ജസ്റ്റ് വയലൻസ് എന്നല്ല, അഡാറ് വയലൻസ്. പ്ലസ് അദ്ദേഹം പോലീസായിട്ട് നിൽക്കുന്ന ക്യാരക്ടറിന്റെ സമയത്തുള്ള സ്ഥിരം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു വിജയ് ദേവരകൊണ്ടയുടെ ക്യാരക്ടർ അവിടെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇതൊരു ഹിറ്റ് ആണെങ്കിൽ ഇവിടുന്ന് വിജയ് ദേവരകൊണ്ടയുടെ റേഞ്ചേ മാറുന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മറ്റേത് മിങ്കേ 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 കാവാലേ അതാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പോഴും കിടക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അതൊരു ബ്രേക്ക് ആണ് അദ്ദേഹത്തിന്റെ. ബട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇനി ഇതൊരു വൻ ബ്രേക്ക് ആയിരിക്കും. ഇത് ഹിറ്റ് ആണെങ്കിൽ ഇതിനു മുമ്പ് ഇതിന് ശേഷം എന്ന രീതിയിലേക്ക് പുള്ളി മാറാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ് കിങ്ഡം. എന്തായാലും 31 നമുക്ക് കാത്തിരിക്കാം. ഇനി പറയാനുള്ളത് ലാലേട്ടൻ. നമ്മൾ ബബ്ബബ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, അത് ലാലേട്ടൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഒരു കൺഫർമേഷൻ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ലാലേട്ടൻ അതിനെ കുറിച്ച് എന്താ ഉണ്ടാത്ത എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ എഴുത്തുകാരൻ, പിന്നെ ഇതിലെ കോ വർക്കേഴ്സ് ആയിട്ടുള്ള പല ആളുകൾ, ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ അടക്കമുള്ള എല്ലാ ആളുകളും പറയുന്നുണ്ട് ലാലേട്ടൻ ഉണ്ട്, ലാലേട്ടൻ ഇതിലൊരു ക്യാമിയോ ചെയ്യുന്നുണ്ട്, അതൊരു വൻ പരിപാടിയാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്, ഒരുപാട് നേരമൊന്നും ഇല്ലെങ്കിലും വരുന്ന ക്യാമിയോ ഒരു കീട്ടിലും പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള സംഭവം. ലാലേട്ടൻ എന്നുള്ളത് മാത്രമല്ല, ദിലീപേട്ടൻ തന്നെ ഇതിൽ എക്സ്ട്രീം എന്താ പറയാ, പുള്ളി ചെയ്തിട്ടില്ലാത്ത അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണെന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നത്. പ്ലസ് നമുക്കത് കാണുന്ന സമയത്ത് തോന്നുന്നുണ്ട് ഇത് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണല്ലോ എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ വരും കൂടെ ചെയ്യുമ്പോൾ എന്തായിരിക്കും. അപ്പൊ ലാലേട്ടന്റെ ലുക്ക് മാറി നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് ഇപ്പോഴും നമ്മുടെ ഓഡിയൻ സിനിമയുടെ കഴിഞ്ഞ് ലാലേട്ടനെ പ്രസന്റ് ചെയ്ത അവസ്ഥ നമ്മളിവിടെ ഇല്ലാതായി പോയി എന്നുള്ളതാണ്. ഈവൻ ഞാൻ ഭയങ്കര വലിയ ഹാർഡ് കോർ ഫാൻ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് നമുക്ക് ലാലേട്ടനൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ആളാണ്. എന്നിട്ട് പോലും നമ്മൾ തകർന്നു പോയി. കാരണം ലാലേട്ടനെ എന്താണ് ഈ മനുഷ്യൻ കാണിച്ചിരിക്കുന്നത്, അതിന്റെ ഡയറക്ടറോടും ഈവൻ ലാലേട്ടനോട് പോലും വല്ലാത്തൊരു ദേഷ്യം. കാരണം സ്വന്തം ശരീരമാണ്, ഇങ്ങനെ ചെയ്യണോ എന്നുള്ളൊരു തോന്നൽ. എത്രയോ കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് ആലോചിക്കാൻ അയ്യോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ലാലേട്ടന്റെ. അത് കഴിഞ്ഞ എത്ര പടങ്ങൾ, ഇട്ടിമാണി, ചിരിച്ചു കഴിഞ്ഞാണ് ചിരിയാണോ കരയാണോ എന്ന് മനസ്സിലാത്ത അവസ്ഥ, ചിരിച്ചു കഴിഞ്ഞാൽ കരയുന്ന പോലത്തെ ഫീല്, കരഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുന്ന പോലത്തെ ഫീല്, കണ്ണിന്റെ ഇവിടെ മാറാത്ത അവസ്ഥ. പിന്നെ പിന്നെ മെല്ലെ മെല്ലെ താടിയൊക്കെ വെച്ച് കുറച്ച് സെറ്റായി തുടങ്ങി. പക്ഷെ നമുക്കൊരു ഒരു സമാധാനം കിട്ടില്ല, ഒന്നും ഇവിടെ വർക്ക് ആവുന്നില്ല പടങ്ങൾ വന്നിട്ട്. അതിന്റെ ഇടയിൽ എത്രയോ ചളി 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 പടങ്ങൾ. അയ്യോ, വെട്ടിയിട്ട ബായത്തണ്ട് വേറെ. ഇതിനൊക്കെ ശേഷം തുടരും. ആ സിനിമ കണ്ടപ്പോൾ കിട്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ കിട്ടിയൊരു ആവേശം ഉണ്ട്. രോമം വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇങ്ങനെ അനുഭവിക്കണം ഗൂസ് ബംസ്. അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ചേരി ഇന്ത്യൻ മാൾ എന്നാണ് കാണുന്നത്. സോറി ഡോ, ചുമ അറിയില്ലതാണ്. അപ്പോ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യാം, നമ്മൾ റിവ്യൂ ഇടുമ്പോഴൊക്കെ ഭയങ്കര ആവേശത്തോടെയാണ് റിവ്യൂ ഇട്ടിരുന്നത്. സോ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ലാലേട്ടൻ കുറച്ചിങ്ങനെ നിന്നു. കണ്ണപ്പ വന്നു. കണ്ണപ്പ നമ്മൾ ഒഴിവാക്കി, ചെറിയ എന്തോ റോളോ ഒക്കെ ഫൈൻ പോട്ടെ. അതിനുശേഷം ഒരു ലുക്ക് വന്നു. പുള്ളി ഇങ്ങനെ എൻട്രി ചെയ്യുന്നു, താടി പോകുന്നു, ഹൃദയപൂർവ്വം കേൾക്കുന്നു, താടി ട്രിം ചെയ്ത് വെച്ചിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ മാത്രം താടി വെച്ചിട്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ടൊരു സാധനം. ഏതാ ലുക്ക്? അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് പുള്ളീന്റെ എന്താ പറയണത്, ഈ ബിഗ് ബോസിന്റെ ഒരു സാധനം വരുന്നത്. ബബ്ബയില് ഇതാണോ ചോദിച്ചിട്ട് എല്ലാവരും ബ്ലാക്ക് ബ്ലാക്ക് കിട്ടും, വൻ പരിപാടി. ബിഗ് ബോസ് ആയിരുന്നു, പറ്റിച്ചു.
കണ്ണ് നോക്കട്ടെ എന്നുകൊണ്ട് കണ്ണ് കുത്തിയ പോലത്തെ ഒരു അവസ്ഥയായി. ഓക്കെ, അത് പോട്ടെ, എന്നാലും വേണ്ട, അണ്ണൻ മുടിഞ്ഞ ലുക്കാണല്ലോ, സമാധാനം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോ നമ്മുടെ ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമിൽ സ്റ്റാർ സിംഗറിലേക്ക് പുള്ളി എൻട്രി ചെയ്തു. അതിന്റെ പ്രൊമോ വരുന്നു, വീഡിയോ വരുന്നു. എന്താ ലുക്ക്, മീശനെ പിരിച്ചു വെച്ചിട്ട് എന്താണത്? നമ്മൾ പണ്ട് നാട്ടുരാജാവിലടക്കം കണ്ടിട്ടില്ല ലാലേട്ടൻ. കണ്ണിന്റെ ഇവിടെ മാത്രമേ ഇനി കറക്റ്റ് ആവാനുള്ളൂ. ബട്ട് ലുക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത് നന്നായി എന്ന് തോന്നുന്ന രീതിയിൽ അത് ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ലാലേട്ടൻ നമുക്ക് കിട്ടിയെന്ന് തോന്നുന്ന പോലത്തെ ഒരു വടാവമ്പൻ ലുക്ക്, ഭയങ്കര ഭംഗി, ഒരു ചുറുക്ക് ചെക്കൻ. അങ്ങനെ നമ്മൾ കണ്ടു. സോ അവിടെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ആദ്യം ഇവിടെ ഒരു പോസ്റ്റർ വെക്കാം, ഒരു ട്രോൾ പോസ്റ്ററാണ്. സിനിമ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിലാണ് വന്നിട്ടുള്ളത്. മിഥുൻ, അത് നമ്മുടെ ഹോസ്റ്റ് ചെയ്യുന്ന ആങ്കർ, പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, ഇതാണോ ഹൃദയപൂർവ്വത്തിന്റെ ലുക്ക് ലാലേട്ടൻ? അല്ലല്ല, ഞാൻ വേറെ ഷൂട്ടിൽ നിന്നാണ് വരുന്നത്. പടത്തിന്റെ പേര് ഭ ഭ ഭ, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഭ ഭ ഭ. അപ്പൊ അത് ഉറപ്പിച്ചിട്ടുണ്ട്, ലാലേട്ടൻ പ്ലസ് ദിലീപ് കമ്പോ. അങ്ങനെ പറഞ്ഞിട്ടൊരു സാധനമാണ് വന്നിട്ടുള്ളത്. ആൻഡ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് കറക്റ്റ് പറഞ്ഞു, ഫുള്ളായിട്ട് വീഡിയോ ഞായറാഴ്ചയിലേ വരുന്നുള്ളൂ, ഇവർ ഞായറാഴ്ചയാണ് വരുന്നത് പറഞ്ഞിരുന്നു, കുറെ സാധനങ്ങളൊന്നും വന്നിട്ടില്ല. ബട്ട് പ്രൊമോ വീഡിയോയിൽ കറക്റ്റ് പുള്ളി പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് ഞാൻ അവിടെ വെക്കാം. ജസ്റ്റ് ഭ ഭ ഭ എന്നാണ് പറഞ്ഞത്. കാരണം ഇത് പറയാൻ കാരണം കുറെ ആൾക്കാർ കമന്റ് ഈ പോസ്റ്റിന് താഴെയും അതല്ലാതൊക്കെ പല സ്ഥലത്തും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ താഴെ ലാലേട്ടൻ ബബ്ബ അടിക്കല്ലേ മിഥുനെ എന്ന് പറഞ്ഞു കാണുന്നു. അല്ല, അവിടെ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം, ഭ ഭ ഭ, ഭയം ഭക്തി ബഹുമാനം, ആ സിനിമന്റെ പേരാണോ പറയുന്നത്. അല്ലെങ്കിൽ എന്താ മിഥുനെ ബബ്ബ അടിക്കല്ലേ മിഥുനെ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പുള്ളിക്കാരൻ. ഇത് ഭ ഭ ഭ, അതന്നെ അതന്നെ സാധനം. ഇപ്പൊ ലാലേട്ടൻ ഉണ്ട് എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം, പിന്നെന്താ വിശ്വസിക്കാൻ അത്ര മടി? പേടിച്ചിട്ടാണോ ചില ആളുകൾ? ലാലേട്ടൻ കൂടെ വരുമ്പോൾ എന്താകും എന്നുള്ള പേടിയുണ്ടോ? ഇല്ല, പേടിക്കണ്ട, ലാലേട്ടൻ എന്തായാലും ഉണ്ട്. കാരണം അതിലൊരു ഡൗട്ടും വേണ്ട, അത് ഒഫീഷ്യലി കൺഫേം ആണ്. ഇപ്പൊ ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഫുൾ വീഡിയോ വരുമല്ലോ, അപ്പൊ നമുക്ക് കാണാം. അന്ന് നമുക്കൊന്ന് കാണണം. അപ്പോ വൻ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വരുന്ന സിനിമകളിലെല്ലാം, വരാനുള്ള സിനിമകളിലെല്ലാം കിടിലൻ സിനിമകളാണ്. ആരോ എന്നോട് ചോദിച്ചിരുന്നു, ബ്രദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ ഏതാണ്? എനിക്കിങ്ങനെ ഓർഡർ ആയിട്ടൊന്നും പറയുന്നില്ല, ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കൂലി. ഓഫ്കോഴ്സ് നമ്മൾ കൂലിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. വാർ 2 കാണും, പക്ഷെ എന്തോ ഞാൻ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന സിനിമയൊന്നുമല്ല വാർ 2. ഓക്കെ, കാണാം എന്നുള്ള ഇത് മാത്രം. ബട്ട് കൂലി അങ്ങനെയല്ല. കൂലി ഇങ്ങനെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആവേശമുള്ളത്. അതിനിപ്പം മലയാളത്തിലാണെങ്കിൽ ലോക, തീർച്ചയായിട്ടും ലോക കാണുന്നുണ്ട്. ബബ്ബ ഓഫ് കോഴ്സ്, ബബ്ബ ഉറപ്പായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, FTFS ലോക്ഡ്, അങ്ങനെ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണ് നമുക്ക്. അങ്ങനെ കാത്തിരിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം. പിന്നെ അങ്ങനെ കുറച്ച് സിനിമകൾ, എനിക്ക് ഒറ്റയടിക്ക് പേര് വരില്ല, പക്ഷെ ആദ്യം പെട്ടെന്ന് ഓർമ്മ വന്ന പേരിൽ ഈ 4 ഭയങ്കര 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 പ്രതീക്ഷയാണ്. അത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഓണം റിലീസുകൾ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വരുന്ന റിലീസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ആരുടേതാണ് എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. പറ്റുമെങ്കിൽ ഓർഡർ ചെയ്തൊരു 10 സിനിമ ഇങ്ങനെ ഇടും. കാരണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അപ്പൊ ആ 10 സിനിമയിൽ നമുക്ക് അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് കാത്തിരിക്കണം നിൽക്കുന്നു, ആ ലിസ്റ്റ് നോക്കിയിട്ട് ഉറപ്പിക്കാലോ. സോ hope you comment below. Thank you so much for watching this video. Thank you.